ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സൗദിയിൽ ദുൽഹജ് മാസപ്പിറവി കണ്ടു. ജൂൺ 6 വെള്ളിയാഴ്ച ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജൂൺ 4 മുതൽ 9 വരെയാണ് ഹജ്ജ് കർമ്മങ്ങൾ. ജൂൺ 5 അറഫ സംഗമം. സൗദിയിലെ തമീറിൽ ദുൽഹജ് മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ദുൽഹജ് 1 സൗദി സുപ്രീം കോടതി അറിയിച്ചു. സൗദിക്ക് പുറമെ ഒമാൻ ഉൾപ്പെടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളും ജൂൺ 6 വെള്ളിയാഴ്ച ബലിപെരുന്നാൾ ആഘോഷിക്കും. ജൂൺ 4 ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുക. ജൂൺ 5 വ്യാഴാഴ്ചയാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമം. ജൂൺ 9 തിങ്കളാഴ്ച ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കും. ബലിപെരുന്നാളിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ഗൾഫ് രാജ്യങ്ങൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹജ്ജ് തീർത്ഥാടകർ മക്കയിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. 12 ലക്ഷത്തോളം വിദേശ തീർത്ഥാടകർ ഇതിനകം സൗദിയിലെത്തി. ഇന്ത്യയിൽ നിന്നുള്ള 1,32,000 തീർത്ഥാടകരിൽ 1 ലക്ഷത്തിലേറെ പേർ ഇതിനകം സൗദിയിലെത്തി. ഇതിൽ ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള തീർത്ഥാടകരെല്ലാം ഇപ്പോൾ മക്കയിലാണുള്ളത്. സ്വകാര്യ ഗ്രൂപ്പുകളിലെത്തിയ തീർത്ഥാടകരിൽ ഭൂരിഭാഗവും ഇപ്പോൾ മദീന സന്ദർശനത്തിലാണ്. 16,000 തീർത്ഥാടകരാണ് കേരളത്തിൽ നിന്നും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത്. 30 തീയതിയോടെ കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസുകൾ അവസാനിക്കും. ജലീൽ കണമകലം, 24 ജിദ്ദ. അനധികൃത ഹജ്ജ് തീർത്ഥാടകരെ തടയാൻ മുൻവർഷങ്ങളെക്കാൾ ശക്തമായ പരിശോധനയാണ് ഇത്തവണ. മക്കയിലേക്കുള്ള പ്രവേശന കവാടങ്ങൾക്ക് പുറമെ മക്കയ്ക്കകത്തും ഈ വർഷം പരിശോധന ശക്തമാണ്. പരിശോധനയിൽ നിരവധി വിദേശികൾ ഇതിനകം പിടിയിലായി. കഴിഞ്ഞ വർഷത്തെ ഹജ്ജ് വേളയിൽ സൂര്യാഘാതമേറ്റ് ആയിരക്കണക്കിന് തീർത്ഥാടകർ മരിച്ചിരുന്നു. ഇതിൽ 83% അനധികൃത തീർത്ഥാടകരായിരുന്നു എന്നാണ് കണക്ക്. ടെന്റ് സൗകര്യമില്ലാത്തതും സർവീസ് ഏജൻസികളുടെ സേവനമില്ലാത്തതുമാണ് ഇതിന് കാരണമെന്നാണ് വിലയിരുത്തൽ. ഈ പശ്ചാത്തലത്തിലാണ് അനധികൃത തീർത്ഥാടകരെ തടയാൻ ഇത്തവണ പരിശോധന ശക്തമാക്കിയത്. ഹജ്ജ് പെർമിറ്റോ മക്കയിൽ ജോലി ചെയ്യാനുള്ള പാസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള പെർമിറ്റോ ഉള്ളവർക്ക് മാത്രമാണ് മക്കയിലേക്ക് പ്രവേശനം നൽകുന്നത്. മക്കയിൽ ഇഷ്യൂ ചെയ്ത ഇഖാമയുള്ളവരാണെങ്കിലും ഹജ്ജ് വേളയിൽ മക്കയിൽ ജോലി ചെയ്യാനുള്ള പെർമിറ്റ് വേണം. പെർമിറ്റ് ഇല്ലാത്തതിനാൽ മക്കയിലെ മലയാളികൾ ഉൾപ്പെടെ പല വിദേശികളും കുടുംബസമേതം ജിദ്ദയിലേക്കോ മറ്റോ താമസം മാറ്റിയിരിക്കുകയാണ്. അർദ്ധരാത്രിയിൽ പോലും പല ഭാഗത്തും പോലീസ് പരിശോധന നടക്കുന്നുണ്ട്. നിരവധി വിദേശികൾ പിടിയിലാകുകയും ചെയ്തു. ഇവിടെ പുറത്തിറങ്ങി നടക്കണമെങ്കിൽ ഇവിടെ താമസക്കാരായ ഞങ്ങൾക്ക് പോലും ഇവിടെ കർശനമായ നിയന്ത്രണങ്ങളുള്ളത്. പ്രത്യേകിച്ച് ഇവിടെ മക്ക നിൽക്കുന്നതിന് വേണ്ടി തസ്രീഹ നിർബന്ധമാണ്. ഇതുപോലെയുള്ള തസ്രീഹ ആണ് ഞങ്ങൾക്ക് നിർബന്ധമാക്കി ഇവിടെ കാണിക്കാൻ വേണ്ടി ഇവിടുത്തെ ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത്. ഏത് സമയത്ത് ചോദിച്ചാലും ഈ തസ്രീഹ കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള അനുമതിയുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ പരിമിതികൾ കൊണ്ടാണ് ചില പ്രവർത്തനങ്ങൾക്കൊക്കെ ഇവിടെ ചില പരിമിതികൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. മക്കയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിലും പഴുതടച്ച പരിശോധനയാണ് നടക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കുന്നതുവരെ ഈ നിയന്ത്രണം തുടരും. പെർമിറ്റ് ഇല്ലാതെ മക്കയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചാൽ 20,000 റിയാലാണ് പിഴ. പെർമിറ്റ് ഇല്ലാത്തവർക്ക് യാത്രാ സഹായമോ താമസ സൗകര്യമോ നൽകിയാൽ 1 ലക്ഷം റിയാൽ പിഴ ചുമത്തും. വാഹനവും കെട്ടിടവും കണ്ടുകെട്ടും. വിദേശികളെ നാടുകടത്തുകയും പിന്നീട് സൗദിയിൽ പ്രവേശിക്കുന്നതിന് 10 വർഷത്തെ വിലക്കേർപ്പെടുത്തുകയും ചെയ്യും. മക്കയിൽ നിന്നും ജലീൽ കണമകലം, 24. ഇനി നിശബ്ദരാകില്ലെന്നും ഭീകരതയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുമായി സമാധാന ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാകിസ്ഥാൻ. ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നിലപാടിന് ഖത്തറും കോങ്കോയും പിന്തുണ അറിയിച്ചു. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെതിരെ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാകിസ്ഥാൻ എന്നും ഭീകരതയ്ക്കൊപ്പമാണ്. സിന്ധു നദീജല കരാർ റദ്ദാക്കിയപ്പോൾ തന്നെ പാകിസ്ഥാൻ വിയർത്തുവെന്നും പ്രധാനമന്ത്രി. ऑपरेशन सिंदूर सैन्य बल से प्रारंभ हुआ था, लेकिन अब ये ऑपरेशन सिंदूर जन बल से आगे बढ़ेगा. और जब मैं सैन्य बल और जन बल की बात करता हूं तब ऑपरेशन सिंदूर जन बल का मतलब मेरा होता है जन जन देश के विकास के लिए भागीदार बने. ഇന്ത്യയുമായി കാശ്മീർ, ജലം, വ്യാപാരം ഉൾപ്പെടെ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പാകിസ്ഥാൻ സന്നദ്ധത അറിയിച്ചു. ഇന്ത്യ യുദ്ധത്തിന്റെ പാത തിരഞ്ഞെടുത്താൽ അതിന് മറുപടി നൽകുമെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷേഷ്കിയാനുമായുള്ള സംയുക്ത പ്രസ്താവനയിലാണ് പാകിസ്ഥാൻ നയം വ്യക്തമാക്കിയത്. ഭീകരതയ്ക്കെതിരെയുള്ളത് സഹിഷ്ണുതയില്ലാത്ത നയമെന്ന് ഖത്തർ. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്കൊപ്പം പ്രവർത്തിക്കാൻ
കോംഗോയും താൽപര്യമറിയിച്ചു. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നിലപാട് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടുന്നതിനുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ വിദേശ പര്യടനം തുടരുകയാണ്. സുപ്രിയ സുലെയുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘത്തിന്റെ ഖത്തർ സന്ദർശനം പൂർത്തിയായി. വിനീത വിജി, 24, ഡൽഹി. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാട് മുന്നോട്ട് വെച്ച് ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ കുവൈറ്റ് സന്ദർശനം പൂർത്തിയായി. ഓപ്പറേഷൻ സിന്ദൂർ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതിനിധി സംഘം വ്യക്തമാക്കി. ഭീകരവാദത്തിനെതിരെ യാതൊരു സന്ധിയും ഇല്ലാത്ത നിലപാടായിരിക്കും ഇന്ത്യയുടേതെന്ന് കുവൈറ്റിലെത്തിയ ഇന്ത്യൻ പ്രതിനിധി സംഘം വ്യക്തമാക്കി. ഈ സന്ദർശനം ഉൾപ്പെടെയുള്ള ബൃഹത്തായ പദ്ധതിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നതായും അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പ്രതിനിധി സംഘം വ്യക്തമാക്കി. MP ബൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുവൈറ്റിൽ സന്ദർശനം നടത്തിയത്. ഇന്ത്യ കുവൈറ്റ് തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ വിവിധ വശങ്ങൾ പ്രതിനിധി സംഘം പരാമർശിച്ചു. ഇരു രാജ്യങ്ങളുടെയും സുരക്ഷ, ഭീകരവിരുദ്ധ സഹകരണം, ആഗോള ഭീകരതയ്ക്കെതിരെ പോരാടുന്നതിനുള്ള പ്രതിബദ്ധത എന്നിവ ഔദ്യോഗിക കൂടിക്കാഴ്ചകളിൽ ചർച്ചാ വിഷയമായി. കുവൈറ്റിലെ പ്രമുഖ പ്രാദേശിക മാധ്യമ പ്രതിനിധികളുമായും പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തി. കുവൈറ്റിലെ ഇന്ത്യൻ പ്രാദേശിക മാധ്യമ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ഇന്ത്യയുടെ കർശനമായ ഭീകരവിരുദ്ധ നിലപാട് തന്നെയാണ് വിശദീകരിച്ചത്. അസദുദ്ദീൻ ഒവൈസി, സത്നാം സിംഗ് സന്ധു, ഗുലാം നബി ആസാദ്, ഹർഷവർദ്ധൻ ശുക്ല, നിഷികാന്ത് ദുബൈ, എസ് ഫാങ്ടോൺ കൊന്യാക്, രേഖ ശർമ്മ തുടങ്ങിയവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർശ് സ്വൈക്കയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ ശക്തമായ സമീപനം കുവൈറ്റ് സർക്കാർ പ്രതിനിധികൾ, സിവിൽ സൊസൈറ്റി, മീഡിയ, ചിന്തകർ, ഇന്ത്യൻ സമൂഹം തുടങ്ങിയവർക്കിടയിൽ എത്തിക്കാനുള്ള ശ്രമം ഫലപ്രദമായി നടത്തിയാണ് പ്രതിനിധി സംഘം കുവൈറ്റ് സന്ദർശനം പൂർത്തിയാക്കിയത്. ജലിൻ തൃപ്രയാർ, 24, കുവൈറ്റ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിയോഗിച്ച പ്രതിനിധി സംഘം സൗദിയിലെത്തി. BJP MP ബൈജയന്ത് പാണ്ഡെ നയിക്കുന്ന സംഘത്തിൽ 2 വനിതകൾ ഉൾപ്പെടെ 8 അംഗങ്ങളാണുള്ളത്. BJP എംപിമാരായ നിഷികാന്ത് ദുബെ, ഫാങ്നോൺ കൊന്യാക്, രേഖ ശർമ്മ, AIMIM MP അസദുദ്ദീൻ ഒവൈസി, രാജ്യസഭാംഗം സത്നാം സിംഗ് സന്ധു, ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി ഗുലാം നബി ആസാദ്, മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല എന്നിവരാണ് സംഘത്തിലെ മറ്റംഗങ്ങൾ. നാളെയും മറ്റന്നാളുമായി സൗദിയിലെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലത്തിൽ മുതിർന്ന നേതാക്കളുമായി സംഘം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ പാക് സംഘർഷം ഉടലെടുക്കുവാനുണ്ടായ സാഹചര്യങ്ങളും തുടർന്ന് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലവും ഇന്ത്യൻ സംഘം വിശദീകരിക്കും. വ്യാഴാഴ്ച വൈകിട്ട് ഇന്ത്യൻ എംബസിയിൽ നടത്തുന്ന പരിപാടിയിൽ ഇന്ത്യൻ സമൂഹത്തിലെ പ്രമുഖരുമായും സംഘം സംവദിക്കും. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം നേരത്തെയാക്കാൻ അഭിഭാഷകരുമായി നിയമോപദേശം തേടുമെന്ന് റഹീം നിയമസഹായ സമിതി. അബ്ദുൾ റഹീമിന് കോടതി 20 വർഷം ശിക്ഷ വിധിച്ചത് കൊലപാതക കുറ്റം മറച്ചുവെച്ചത് കാരണമെന്നും നിയമസഹായ സമിതി നേതാക്കൾ റിയാദിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പോയിന്റ് ഇതിൻ്റെ ഈ തർജ്ജമ ഇപ്പോൾ സുലൈമാൻ വായിക്കുകയാണെങ്കിൽ കിട്ടാൻ പോകുന്ന ആ ഒരു മാറ്ററാണ് ഇത്. അതായത് 20 കൊല്ലത്തെ തടവ് ശിക്ഷ വിധിക്കാനുണ്ടായ കാരണം റഹീം ഈ സംഭവം കുറ്റകൃത്യം ചെയ്തതിന് ശേഷം മറച്ചു വെച്ചു എന്നുള്ളതാണ് മെയിൻ പോയിന്റ് അതിൽ പറഞ്ഞിട്ടുള്ളത്. മറച്ചു വെക്കാൻ ശ്രമിച്ചു. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ കഴിഞ്ഞ ദിവസം അബ്ദുൾ റഹീമിന് റിയാദ് ക്രിമിനൽ കോടതി 20 വർഷം തടവ് ശിക്ഷ വിധിച്ച സാഹചര്യത്തിലാണ് നിയമസഹായ സമിതി വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തത്. പൊതു അവകാശവുമായി ബന്ധപ്പെട്ട കൊലപാതക കേസിൽ അബ്ദുൾ റഹീം അറസ്റ്റ് ചെയ്യപ്പെട്ട അന്നു മുതൽ 20 വർഷമാണ് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ശിക്ഷാ കാലയളവ് ഗ്രിഗേറിയൻ കലണ്ടർ പ്രകാരമാണോ ഹിജ്രി കലണ്ടർ അടിസ്ഥാനമാക്കിയാണോ കണക്കാക്കുക എന്നതിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. വിധിക്കെതിരെ അപ്പീൽ സമർപ്പിക്കാൻ 30 ദിവസത്തെ സമയപരിധിയാണുള്ളത്. അപ്പീൽ സമർപ്പിക്കുന്നത് മൂലം റഹീമിൻ്റെ മോചനം വീണ്ടും നീണ്ടുപോകാനുള്ള സാധ്യതയും മുന്നിലുണ്ട്. ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അഭിഭാഷകരുമായി ഉടൻ തന്നെ നിയമോപദേശം തേടും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റഹീമിനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. റഹീം മോചന ഫണ്ട് സമാഹരണത്തിലൂടെ ലഭിച്ച തുകയിൽ നാട്ടിലെ അക്കൗണ്ടിൽ ബാക്കിയുള്ള തുക സംബന്ധിച്ച് റഹീമിൻ്റെ മോചനത്തിനു ശേഷം നാട്ടിലെ ട്രസ്റ്റുമായി കൂടിയാലോചന നടത്തിയ ശേഷം തീരുമാനിക്കും. വിധിയിൽ അബ്ദുൾ റഹീം ആശ്വാസം പ്രകടിപ്പിച്ചതായും നിയമസഹായ സമിതി പ്രവർത്തകർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ നിയമസഹായ സമിതി ചെയർമാൻ CP മുസ്തഫ, ജനറൽ കൺവീനർ അബ്ദുള്ള വല്ലാഞ്ചിറ, ട്രഷറർ സെബിൻ ഇക്ബാൽ എന്നിവരും മറ്റു നേതാക്കളും പങ്കെടുത്തു. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്.
തൊഴിൽ മേഖലകളിൽ പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും പലസ്തീനിൽ നിന്നുള്ള തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് നിയന്ത്രിക്കുന്നതിനുമായി ഖത്തറും പലസ്തീനും തമ്മിൽ കരാറിൽ ഒപ്പുവച്ചു. ഖത്തർ തൊഴിൽ മന്ത്രി ഡോക്ടർ അലി ബിൻ സമീഖ് അൽ മറിയും പലസ്തീൻ തൊഴിൽ മന്ത്രി ഡോക്ടർ ഇനാസ് ഹസ്നി അൽ അട്ടാരിയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. പ്രാദേശിക തൊഴിൽ വിപണിയിൽ വൈദഗ്ധ്യവും യോഗ്യതയുമുള്ള തൊഴിലാളികളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുക, സ്വകാര്യ മേഖലയിലെ ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുക, തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്തുക എന്നിവയ്ക്കുള്ള തൊഴിൽ മന്ത്രാലയത്തിന്റെ നയങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ് കരാർ. വേനൽ ചൂട് കനത്തതോടെ ഖത്തറിൽ പുറം ജോലികളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് ഉച്ചവിശ്രമം നടപ്പാക്കാനൊരുങ്ങി തൊഴിൽ മന്ത്രാലയം. തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ജൂൺ 1 മുതൽ ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്. തൊഴിൽ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ജൂൺ 1 മുതൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 3:30 വരെ തുറന്ന സ്ഥലങ്ങളിൽ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ പാടില്ല. രാജ്യവും മേഖലയും കടുത്ത ചൂടിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ പകൽ സമയത്തെ ജോലി സൂര്യാതപം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നതിനാലാണ് നടപടി. എല്ലാ വർഷവും വേനൽക്കാലത്ത് തൊഴിൽ മന്ത്രാലയം ഈ നിയമം നടപ്പിലാക്കുകയും നിർമ്മാണ മേഖലകളിലടക്കം ഇത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് കർശനമായി നിരീക്ഷിക്കുകയും ചെയ്യാറുണ്ട്. ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ കമ്പനികൾ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്നുറപ്പാക്കാൻ എല്ലാ തൊഴിലിടങ്ങളിലും പ്രത്യേകിച്ച് നിർമ്മാണ മേഖലകളിൽ മന്ത്രാലയത്തിന്റെ കർശന പരിശോധനകൾ നടക്കും. നിയമം ലംഘിക്കുന്നവർക്കെതിരെ അടച്ചുപൂട്ടൽ, ലൈസൻസ് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. നിലവിൽ രാജ്യത്ത് പലയിടങ്ങളിലും താപനില 45 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും താപനില ഉയരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ വിലയിരുത്തൽ. സാധാരണഗതിയിൽ ഉച്ചസമയത്തെ ഈ തൊഴിൽ നിയന്ത്രണം 3 മാസത്തിലേറെ നീണ്ടു നിൽക്കാറുണ്ട്. അൻവർ പാലേരി, 24 ദോഹ. ഖത്തറിലെ ഇന്ത്യൻ എംബസിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ഒഴിവിലേക്കായി അപേക്ഷിക്കാൻ വ്യാജ ലിങ്ക് വഴിയുള്ള തൊഴിൽ പരസ്യം ശ്രദ്ധയിൽപ്പെട്ടതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. സൈബർ തട്ടിപ്പിന് ഇരയാവാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നും ഇന്ത്യൻ എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മാത്രമേ ഇത്തരം അറിയിപ്പുകൾ നൽകാറുള്ളൂ എന്നും എംബസി സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ മുന്നറിയിപ്പ് നൽകി. തട്ടിപ്പ് സംഘം അപേക്ഷകരിൽ നിന്ന് പണം ആവശ്യപ്പെട്ടേക്കാമെന്നും വ്യാജ പരസ്യങ്ങളിൽ വിശ്വസിച്ച് പണമോ വ്യക്തിഗത വിവരങ്ങളോ കൈമാറരുതെന്നും എംബസി നിർദ്ദേശിച്ചു. ബഹ്റൈൻ ഇന്ത്യൻ ക്ലബ് സൗന്ദര്യ മത്സരം മെയ് ക്വീൻ 2025 കിരീടം മിഷേൽ ഡിസൂസയ്ക്ക്. നിറഞ്ഞ സദസ്സിന് മുന്നിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 14 മത്സരാർത്ഥികളാണ് ഇത്തവണ മാറ്റുരച്ചത്. പ്രൗഢഗംഭീരമായ സദസ്സിനെ സാക്ഷിയാക്കി നടന്ന ആവേശകരമായ സൗന്ദര്യ മത്സരത്തിൽ ബഹ്റൈൻ ഇന്ത്യൻ ക്ലബ് മെയ്ക്വീനായി മിഷേൽ ഡിസൂസയെ തിരഞ്ഞെടുത്തു. വർഷം തോറും നടന്നുവരാറുള്ള ബഹ്റൈനിലെ ഏറ്റവും അറിയപ്പെടുന്നതും ആയിരക്കണക്കിന് കാണികളെ ആകർഷിക്കുന്നതുമായ സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പ് ഫെറിൽ റോഡ്രിഗസ്, സെക്കൻഡ് റണ്ണറപ്പ് മുസ്കാൻ ഭാർഗവ്, ബെസ്റ്റ് സ്മൈൽ അനൌഷ്ക രാജ്വാഡെ, ബെസ്റ്റ് വാക്ക് ഫെറിൽ റോഡ്രിഗസ്, ബെസ്റ്റ് ഹെയർ ഡോക്ടർ മിഷേൽ ഡിസൂസ എന്നിവർക്കും ലഭിച്ചു. വിജയികൾക്ക് ഇന്ത്യൻ ക്ലബ് BFC മെയ്ക്വീൻ കിരീടവും ക്യാഷ് പ്രൈസും ഉൾപ്പെടെയുള്ള നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ ലഭിച്ചു. മാഡം നദാൽ അബ്ദുള്ള അലലവായ് മുഖ്യ അതിഥിയായ പരിപാടിയിൽ ഇന്ത്യൻ ക്ലബ് കുടുംബാംഗങ്ങളും ക്ഷണിക്കപ്പെട്ട അതിഥികളുമാണ് പങ്കെടുത്തത്. നൃത്ത സംവിധായകൻ അസർ സിയയാണ് ഗ്രൂമിംഗ് സെഷനുകളിൽ 14 മത്സരാർത്ഥികളെ സജ്ജമാക്കിയത്. രാംവാക്കിന് പുറമെ കാണികളെ ഹരം കൊള്ളിക്കുന്നതിനായി പ്രൊഫഷണൽ കലാകാരന്മാരുടെയും ഡാൻസ് ഗ്രൂപ്പുകളുടെയും പെർഫോമൻസുകളും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. ഇത്തരമൊരു സൗന്ദര്യ മത്സര പരിപാടി നടത്തുന്നതിന് പിന്തുണയും അനുമതിയും നൽകിയതിന് ഇന്ത്യൻ ക്ലബ് ഭാരവാഹികൾ ബഹ്റൈനിലെ മന്ത്രാലയങ്ങളോടും പരിപാടിക്ക് പിന്തുണ നൽകിയവർക്കും നന്ദി അറിയിച്ചു. 24 ബഹ്റൈൻ. അപൂർവ നേട്ടവുമായ സഹോദരികൾ. ഒരേ സ്കൂളിൽ നിന്ന് 2 വർഷത്തിനിടെ ഒരേ മാർക്ക് നേടി സ്കൂൾ ടോപ്പർമാരായാണ് ഇവർ വ്യത്യസ്തരായത്. ഷാർജ അവറോൺ ഇംഗ്ലീഷ് ഹൈസ്കൂളിലാണ് ഇരുവരും പഠിച്ചത്. പഠിച്ച സ്കൂൾ ഒന്ന്, പഠിച്ച സ്ട്രീമും ഒന്ന്, ഒടുവിൽ മാർക്ക് വന്നപ്പോൾ 2 പേർക്കും ഒരേ മാർക്ക്. ഇത്തരത്തിലുള്ള ഒരു അപൂർവ നേട്ടം സ്വന്തമാക്കിയ സഹോദരിമാരെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ചേച്ചിയെ കണ്ട് പഠിക്കുന്ന മെലീസ മാത്യുവിന് അങ്ങനെ പ്രത്യേകിച്ച് ആരും പറഞ്ഞു കൊടുത്തില്ല എങ്കിലും സഹോദരി മെൽവിയ മാത്യൂസ് തന്നെയായിരുന്നു മെലീസയുടെ റോൾ മോഡൽ. ചേച്ചിയുടെ അതേ പാത പിന്തുടരുന്നതിൽ പരം സന്തോഷം ഈ മിടുമിടുക്കിക്ക് മറ്റൊന്നുമില്ല. അങ്ങനെ ഈ കുടുംബത്തെ തേടിയെത്തിയതാകട്ടെ ഒരു അപൂർവ നേട്ടവും. ഒരേ സ്കൂളിൽ നിന്ന് ഒരേ മാർക്കോടെ 2 വർഷത്തിനിടെ സ്കൂൾ ടോപ്പർമാരാകുന്ന സഹോദരിമാരെന്ന നേട്ടമാണ് ഇവരെ തേടിയെത്തിയത്. 2023 500-ൽ 489 മാർക്ക് നേടി ഷാർജ അവറോൺ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ കൊമേഴ്സിൽ സ്കൂൾ ടോപ്പറായ മെൽവിയ മാത്യൂസിന് പിന്നാലെ ഇത്തവണ അതേ സ്കൂളിൽ നിന്ന് അതേ മാർക്കോടെ
മെലീസ മാത്യൂസും ഒന്നാമതെത്തി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെയിം മാർക്ക് വിത്ത് സെയിം 97.8% കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ മിറക്കിൾ. ഞങ്ങൾക്ക് ബോത്ത് കോമേഴ്സ് ടോപ്പേഴ്സ്. ഷി വാസ് സ്കൂൾ ടോപ്പർ, ഐ എം സെക്കൻഡ് സ്കൂൾ ടോപ്പർ. ആൻഡ് ഞങ്ങൾക്ക് രണ്ട് സെയിം സബ്ജക്ട്സിലും ഇങ്ങനെ സെയിം മാർക്ക് കിട്ടി. സോ വെരി ഹാപ്പി അബൌട്ട്. 11th-ലും 12th-ലും വർക്ക് വെരി ഹാർഡ് ആൻഡ് ടീച്ചേഴ്സ് ഓൾസോ വെർ വെരി സപ്പോർട്ടീവ് ആൻഡ് പാരൻസ് ടു. And in 12th, I was able to do well. I was very proud of her. Karam, like, she did a lot of hard work. Karam, I had like set that high expectation. So like, you know, sometimes it's easy to like become scared and like think that everyone is expecting so much of me. But then she took that in a positive way, and then out of that, like, padicheduthu, and so I'm proud of her for doing that. ദുബായിലുള്ള പ്രവാസി ദമ്പതിമാരായ വാകക്കാട് കുന്നക്കാട്ട് മാത്യുവിന്റെയും മഞ്ജുവിന്റെയും മക്കളാണ് മെൽവിയയും മെലീസയും. മക്കളുടെ നേട്ടത്തിൽ വലിയ സന്തോഷമുണ്ടെന്ന് മാതാപിതാക്കളും പറയുന്നു. വളരെയധികം ഹാപ്പിയാണ്. ഇതുപോലെ ഒരേ മാർക്കിൽ എത്തിയത് അതിനേക്കാളും ഒത്തിരി സന്തോഷം നൽകുന്ന, എക്കാലം ഓർത്തിരിക്കാൻ പറ്റിയ ഒരു വലിയൊരു കോയിൻസിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ജെംസ് സ്കൂളിൻ്റെ ആ ഒരു പഠിപ്പീരും പിള്ളേരെ ടീച്ചേഴ്സും അതിൻ്റെ മാനേജ്മെൻറ്റും എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണിത്. ഇനിയിപ്പോൾ മൂത്ത ചേച്ചിയുടെ അതേ പാതയിൽ തന്നെ ഉപരിപഠനത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ് മെലീസ. ദുബായിൽ നിന്നും ശരചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. റിയാദിലെ ദിശ അൽ ഖർജി യൂണിറ്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പെയിന്റിംഗ് കളറിംഗ് മത്സരം ചിത്രാഞ്ജലി 2025 കൾച്ചറൽ അക്കാദമി വാർഷികത്തിന്റെ ഭാഗമായി കുട്ടികളുടെ അരങ്ങേറ്റവും നടത്തി. ഇന്ത്യൻ എംബസി കമ്മ്യൂണിറ്റി വെൽഫെയർ കൗൺസിലർ വൈ സാബിർ ഉദ്ഘാടനം ചെയ്തു. UN അസംബ്ലി റിയാദ് ടൂറിസം വകുപ്പ് മേധാവി മേഘ പോൾ മുഖ്യാതിഥിയായിരുന്നു. ദിശ നാഷണൽ പ്രസിഡന്റ് കനകലാൽ മുഖ്യപ്രഭാഷണം നടത്തി. ദിശ ഖർജ് പ്രസിഡന്റ് ഡോക്ടർ ഗോപാൽ നമ്പി അധ്യക്ഷത വഹിച്ചു. ശ്രീജിത്ത് മോഹൻ സ്വാഗതവും സാജു അരീക്കൽ നന്ദിയും പറഞ്ഞു. സ്തുത്യർഹ സേവനമനുഷ്ഠിച്ച നഴ്സുമാരെ ചടങ്ങിൽ ആദരിച്ചു. യെല്ലോ ബെൽറ്റ് കരസ്ഥമാക്കിയ കുംഫു കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു. മഴക്കെടുതിയിലും കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്ന വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമായി കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ പൊതുസമൂഹത്തിനായി 2 കിണർ നിർമ്മിച്ചു നൽകി. റസാഖ് കൽപ്പറ്റയും പനമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി ആലമുറ്റവും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. KKMA ഓർഗനൈസിംഗ് സെക്രട്ടറി UA ബക്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി റസാഖ് മേലടി കുടിവെള്ള പദ്ധതി വിശദീകരിച്ച് സംസാരിച്ചു. തിരികെ വാർത്തകളിലേക്ക്. എറണാകുളം ഇടപ്പള്ളിയിൽ 13 വയസ്സുകാരനെ കാണാനില്ല. എളമക്കര സ്വദേശി മുഹമ്മദ് ഷിഫാനെയാണ് കാണാതായത്. അല്ലമീൻ സ്കൂളിൽ പരീക്ഷ എഴുതി മടങ്ങിയ കുട്ടിയെയാണ് കാണാതായത്. പോലീസ് അന്വേഷണം തുടരുകയാണ്. അമൽ സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അല്ലമീൻ സ്കൂളിൽ 9 മണിക്ക് നടക്കുന്ന പരീക്ഷയിൽ പങ്കെടുത്ത് അതിവേഗത്തിൽ 9:30 പരീക്ഷ എഴുതി പൂർത്തിയാക്കിയാണ് മുഹമ്മദ് ഷിഫാൻ സ്കൂളിന് പുറത്തേക്കിറങ്ങുന്നതും പിന്നീട് കാണാതാകുന്നതും. ഏതാണ്ട് 9:30 ഷിഫാൻ നടന്നു പോകുന്ന ലുലുവിനടുത്തു നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലുലുവിന് പിന്നിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ, തൊട്ടടുത്തുണ്ടായിരുന്ന ചില കടകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ തൊട്ടടുത്ത മെട്രോ സ്റ്റേഷനിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ, ഇവയിൽ നിന്നെല്ലാം കുട്ടിയെ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നു. കുട്ടി എങ്ങോട്ടോ നടന്നു പോവുകയാണ്. ഒറ്റയ്ക്കാണോ, ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ എന്ന വിവരങ്ങളെക്കുറിച്ചെല്ലാം കൂടുതലായി പോലീസ് അന്വേഷിച്ചു വരികയാണെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും എങ്ങോട്ടാണ് കുട്ടി പോയത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ചോദ്യചിഹ്നങ്ങൾ ഉയരുകയാണ്. ഈ ഒരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് അല്ലമീൻ സ്കൂളിലുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുകയുണ്ടായി. ഇന്ന് പുലർച്ചെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ കുട്ടിക്ക് യാതൊരു തരത്തിലുള്ള പെരുമാറ്റത്തിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നതായി മാതാപിതാക്കളോ ടീച്ചർമാരോ സുഹൃത്തുക്കളോ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും കുട്ടി പോയത് എന്നതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട സംശയം. ഏതായാലും ഇപ്പോൾ വാഴക്കാല ഭാഗത്ത് നിന്ന് ഒരു സ്കൂൾ യൂണിഫോം ധരിച്ച ഒരു കുട്ടി ഒരു സ്വകാര്യ ബസ്സിൽ കയറി മൂവാറ്റുപുഴയിൽ ചെന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഈ കുട്ടി തന്നെയാണോ ഇവിടെ നിന്നും കാണാതായ, ഇടപ്പള്ളിയിൽ നിന്നും കാണാതായ മുഹമ്മദ് ഷിഫാൻ എന്ന കാര്യത്തിൽ കുറെ കൂടി തീർച്ചകൾ വരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ ബസ്സിനുള്ളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള തിരച്ചിലിലാണ് പോലീസ് ഇപ്പോഴെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കെല്ലാം എളമക്കര പോലീസ് ഇതിനോടകം വിവരങ്ങൾ കൈമാറി കഴിഞ്ഞിരിക്കുന്നു. തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകളിലേക്കും വിവരങ്ങൾ കൈമാറി കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ ഈ മുഹമ്മദ് ഷിഫാനെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് മാതാപിതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ അന്വേഷണം തുടരുന്നത്.
ഏതായാലും കുട്ടിയെ കാണാതായതിനു ശേഷം ഏകദേശം 5 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് പോലീസിന് ഈ വിവരം ലഭിക്കുന്നതും മാതാപിതാക്കളടക്കം ആശങ്കയിലാവുന്ന സാഹചര്യമുണ്ടായത്. അപ്പോൾ ഈ 5 മണിക്കൂറിൻ്റെ ഒരു ഗ്യാപ്പ് ഈ കുട്ടിയെ കണ്ടെത്തുന്നതിൽ ഒരു വലിയ പ്രതിസന്ധിയാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലമ്പൂരിൽ പി വി അൻവറിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടെന്ന് കോൺഗ്രസ്. UDF-മായി സഹകരിക്കണമെന്ന് അൻവറിന് തീരുമാനിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അൻവറിന്റെ ഉപാധികൾ കണക്കിലെടുക്കേണ്ടെന്ന് UDF യോഗത്തിൽ തീരുമാനമായി. UDF യോഗത്തിന് ശേഷവും അൻവർ ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തി. എന്നാൽ ആര്യാടൻ ഷൗക്കത്തിനെ പറ്റി പറഞ്ഞ പരാമർശങ്ങളിൽ അൻവർ ഉറച്ചു നിൽക്കുകയാണ്. മുന്നണി പ്രവേശനം കാത്തുനിന്ന പി വി അൻവറിനെ വെട്ടിലാക്കുന്നതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കടുത്ത നിലപാട്. UDF നയം വ്യക്തമാക്കി. ഇനി അൻവർ നിലപാട് പ്രഖ്യാപിക്കട്ടെ എന്നുള്ളതാണ് UDF തീരുമാനം. അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. അത് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ്. രാവിലെ അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം വൈകിട്ട് തീരുമാനമുണ്ടാകും എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നത്. എന്നാൽ നിലമ്പൂരിലെ UDF നേതൃയോഗം കഴിഞ്ഞ ശേഷം അൻവറിന് വഴങ്ങേണ്ടതില്ല എന്ന നിലപാടാണ് UDF സ്വീകരിച്ചത്. എന്നാൽ UDF പ്രഖ്യാപനം വന്നതിന് തൊട്ടുപുറകെ പി വി അൻവർ വീണ്ടും മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതീക്ഷ ഉണ്ടെന്നും ചർച്ചകൾ തുടരുമെന്നും അൻവർ. അത് ലീഗ് നേതാക്കളുടെ മധ്യസ്ഥതയിൽ തന്നെയായിരിക്കും. പി വി അബ്ദുൽ വഹാബിന്റെ വസതിയിലാണ് ചർച്ച നടന്നത്. അൻവർ UDF-നൊപ്പം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും 19 മുൻപ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. 19 തെരഞ്ഞെടുപ്പ്. പോളിംഗ് നടക്കുന്നതിന് മുമ്പ് തീരുമാനമായിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കും. ജനാധിപത്യ വിശ്വാസികളെ മുഴുവൻ കൂടി കൂട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ടീം 24 നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥിയെ ഈ മാസം 30 പ്രഖ്യാപിക്കും. വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമുണ്ടാകുമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ 24-നോട് പറഞ്ഞു. പാർട്ടി സ്ഥാനാർത്ഥി വേണോ പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കണോ എന്ന കാര്യത്തിൽ സെക്രട്ടേറിയറ്റ് തീരുമാനമെടുക്കും. സ്ഥാനാർത്ഥി നിർദ്ദേശത്തിന് അംഗീകാരം നൽകാൻ വെള്ളിയാഴ്ച വൈകിട്ട് LDF യോഗം വിളിച്ചു. ഉപതെരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാന നേതൃത്വം സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നതാണ് CPIM-ലെ പതിവ്. അതിന് മുന്നോടിയായി ബന്ധപ്പെട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഏരിയ കമ്മിറ്റികളിൽ നിന്നും അഭിപ്രായം തേടും. നിലമ്പൂരിലും ഇതേ പ്രക്രിയ തന്നെയാണ് CPIM തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂരിലെത്തിയ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജില്ലാ നേതൃത്വവുമായും മണ്ഡലത്തിലെ ചുമതലക്കാരായ നേതാക്കളുമായും ചർച്ച നടത്തി. മണ്ഡലത്തിന് ചുമതലയുള്ള നേതാക്കളുടെ പ്രത്യേക യോഗവും നടന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VP ഷൗക്കത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ്, M തോമസ് മാത്യു തുടങ്ങിയവരുടെ പേരുകളാണ് CPIM നിലമ്പൂരിലേക്ക് പരിഗണിക്കുന്നത്. ഇതിൽ തന്നെ ഷെറോണ റോയിയുടെ പേരിനാണ് മുൻതൂക്കം. അടുത്ത വെള്ളിയാഴ്ച സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. ഒട്ടും വൈകില്ല. 30-ാം തീയതി കൂടി LDF-ന്റെ സ്ഥാനാർത്ഥി അറിയും. ഒരുപാട് ആളുകൾ ഉചിതമായിട്ടുള്ളതുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കും. നിലമ്പൂരിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥി നിശ്ചയിക്കാനാണ് CPIM-ന്റെ ശ്രമം. സാമുദായിക സമവാക്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും LDF-ന്റെ സ്ഥാനാർത്ഥി നിർണയം. ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒരുപാട് മിഷനുകളും എല്ലാം ഈ നാട്ടിലും ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും LDF-ന്റെ ഒരു MLA ഇവിടെ ഉണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ CPIM സെക്രട്ടറി കൈക്കൊള്ളുന്ന തീരുമാനം വെള്ളിയാഴ്ച വൈകുന്നേരം ചേരുന്ന LDF യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. 3:30 നടക്കുന്ന LDF യോഗത്തിന് ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം. R. ശ്രീജിത്ത്, 24 നിലമ്പൂർ. 24 കേരള ക്രിക്കറ്റ് ചലഞ്ച് പവർഡ് ബൈ നെല്ലറയ്ക്ക് ആശംസയുമായി മിസ്റ്റർ ക്രിക്കറ്റ് UAE എന്നറിയപ്പെടുന്ന ഡാന്യൂബ് വൈസ് ചെയർമാൻ അനീസ് സാജൻ. ഏറെ പ്രതീക്ഷയോടെയാണ് മത്സരത്തെ നോക്കിക്കാണുന്നതെന്ന് അനീസ് സാജൻ പറഞ്ഞു. അതേസമയം ടീം അംഗങ്ങളുടെ പരിശീലനം പലയിടങ്ങളിലായി തകൃതിയായി നടക്കുകയാണ്. ആവേശപ്പോരിന് ദിവസങ്ങൾ മാത്രം. കളിക്കളത്തിൽ തീപാറിക്കാനായി കഠിന പരിശീലനത്തിലാണ് താരങ്ങൾ. കേരളത്തിലെ 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് 14 ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുക. ഇതിനിടെ പങ്കെടുക്കുന്ന ടീമുകൾക്ക് ആവേശമൊരുക്കാൻ പ്രമുഖരും രംഗത്തെത്തി. ഏറെ പ്രതീക്ഷയോടെയാണ് മത്സരത്തെ നോക്കിക്കാണുന്നതെന്ന് മിസ്റ്റർ ക്രിക്കറ്റ് UAE എന്നറിയപ്പെടുന്ന ഡാന്യൂബ് വൈസ് ചെയർമാൻ അനീസ് സാജൻ പറഞ്ഞു. I want to congratulate the 24 News for organizing the Kerala Cricket Challenge at the Danube Sports World, the #1 indoor facility in Dubai, where 14 districts will be challenging against each other. Apart from it, 6 women teams will be vying against each other. So why wait? Come with me to support your favorite team. ഡാന്യൂബ് സ്പോർട്സ് വേൾഡിൽ അടുത്ത മാസം 13, 14, 15 തീയതികളിലായാണ് മത്സരം നടക്കുക. പുരുഷ ടീമുകളുടെ മത്സരങ്ങൾക്ക് പുറമെ വനിതാ ടീമുകളും മത്സരത്തിന് എത്തുന്നെന്ന പ്രത്യേകതയും 24 കേരള ക്രിക്കറ്റ് ചലഞ്ചിനുണ്ട്. മത്സരത്തിന്റെ പ്രവേശനം സൗജന്യമാണ്.
24 ദുബായ്. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാക്കുന്നു. ഗുഡ് നൈറ്റ്.